ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ കട്ട് ബീഡ്സ് എടുത്തു, ഗോൾഡൻ കളറ്, പിന്നെ സീക്വൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ രണ്ട് കട്ട് ബീഡ്സുകളും അതേപോലെ തന്നെ ഈ ഒരു സീക്വൻസുമാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞു തരുന്ന ഒരളവ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും പറയണ പോലെ നമ്മൾ ഫസ്റ്റ് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു ഷെയ്ഡ് കൊടുത്തേക്കണുണ്ട്. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഞാൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ കണ്ടോ ഒരു റൗണ്ടിൻ്റെ പോർഷൻ കണ്ടോ, അവിടെ ഒരു 1/4 ഇഞ്ചിൽ ഒരു വീതിയിൽ റൗണ്ട് ഇങ്ങനെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ സ്കെയിൽ വെച്ച് കാണിച്ച ആ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു 2 ഇഞ്ച് നിങ്ങൾ അളവെടുക്കുക. അതേപോലെ തന്നെ മുകളിൽ നമ്മൾ ആ ഒരു റൗണ്ടിന് ഒരു 1/4 ഇഞ്ച് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ലൈനും കൊടുക്കുക. മൂന്നാമത്തെ ലൈൻ ഒരു 1.5 ഇഞ്ച് എടുക്കുക. അവിടെയും നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ ഒരു ഷെയ്ഡിങ് നമ്മൾ കൊടുത്തേക്കണ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ആ ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ള ഭാഗം ഒരു 1/4 ഇഞ്ചിൽ വീണ്ടും ഒരു അളവിൽ കൊടുക്കുക. വീണ്ടും താഴേക്ക് വരുന്നത് ഒരു 1.5 ഇഞ്ചിൽ കൊടുക്കുക. അതും ഒരു 1/4 ഇഞ്ചിൽ ഒരു ബോർഡർ ലൈൻ പോലെ ജസ്റ്റ് ഒരു ലൈൻ, ഒരു ഗ്യാപ്പുള്ള ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം നിങ്ങളൊരു 2 ഇഞ്ച് എടുക്കുക. താഴോട്ട് വരുന്തോറും 1.5, ഇതും 1.5. മനസ്സിലായോ? എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും എൻഡിങ് പോർഷനിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ലീഫുകളും ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതാ കണ്ടോ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് അങ്ങനെ തന്നെ കാണാനാണ്. ഇനി കണ്ടോ, ഇപ്പം ഞാൻ പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തേക്കണ ഭാഗം കണ്ടോ, അവിടെയാണ് നമ്മൾ ബീഡ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ചെയ്യണ കണ്ടോ, അടുത്ത ഭാഗത്ത് ഇതേപോലത്തെ കുറച്ച് ലീഫ് സ്റ്റെം അങ്ങനെയാണ് വരുന്നത്. മുകളിലത്തെ ഭാഗത്ത് കുറച്ച് ബീഡ്സുകൾ മാത്രം വന്നു. താഴത്തെ ലൈനിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി മൂന്നാമത്തെ ലൈനിൽ വരുമ്പോൾ കണ്ടോ, കുറച്ച് വളഞ്ഞിട്ടുള്ള ലൈൻസ് വരച്ചേക്കണ കണ്ടോ, അവിടെ നമ്മൾ ലീഫ് സ്റ്റെമ്മാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ലീഫുകളും കൂടെ വരുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് കണ്ടോ, ഏറ്റവും എൻഡിങ് പോർഷനിൽ താഴത്തെ 2 സൈഡിൽ 2 ലീഫ്, സെൻറ്ററിലായിട്ട് സീക്വൻസ് വർക്കാണ് വരുന്നത്. അതേപോലെ നമ്മൾ 2 ലീഫ് വരച്ചു, സീക്വൻസ് വർക്ക് വീണ്ടും ഒരു വി ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ നോക്കിക്കോ, ഞാനൊരു ഹാഫ് പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലൈൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കോണേ. ഇവിടെയാണ് നമ്മൾ വർക്ക് വരുന്നത്. പാറ്റേണിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു 1/4 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതേപോലെയുള്ള എല്ലാ ലൈൻസിനും നിങ്ങൾ 1/4 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് 1/4 ഇഞ്ചൊന്നും വേണ്ട, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഒരു അടുപ്പിച്ചൊരു ലൈൻ വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു പോർഷൻ ഇപ്പം നമ്മളിപ്പോൾ വരച്ചു കൊടുത്തില്ലേ, ആ ഒരു പോർഷൻ ഒരു 3 കട്ട് ബീഡ്സ് എടുക്കുക. ഒരു 3 കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതേപോലെ ചരിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ലോക്കിട്ട് തന്നെ പോരണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ലോക്കിടണം എന്നുള്ളത്. അടുത്തത് ചെയ്യുമ്പോൾ ഇതേപോലെ ചരിച്ച് തന്നെ കൊണ്ടുവരിക. 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് 3 ഞാൻ ചെയ്ത് കൊടുത്തു. അടുത്തത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പോർഷൻ, അപ്പോൾ സെൻറ്ററിലെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് അങ്ങനെ തന്നെ കാണും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് മടക്കി അകത്തേക്ക് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബോഡിയുടെ കളർ അതിനകത്ത് കാണും എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ബീഡ്സുകളും ഇതേപോലെ ചരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ബീഡ്സിന് നിൽക്കാവുന്ന രീതിയിൽ മാത്രം നമ്മൾ ലൈൻ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വരച്ച ലൈൻ കണ്ടോ, 3 ബീഡ്സ് കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു ഭാഗത്തും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആദ്യത്തെ ലൈനിൽ നമ്മൾ വരച്ചു കൊടുത്തു, രണ്ടാമത്തെ ലൈനിലും ചെയ്ത് കൊടുത്തു, മൂന്നാമത്തെ ലൈനിലും ചെയ്ത് കൊടുത്തു, 4ാമത്തെ ലൈനിലും ചെയ്ത് കൊടുത്തു. ഇപ്പോൾ മനസ്സിലായോ? ഈ ഒരു ഭാഗമാണ് നമ്മൾ ചരിച്ച് ഷെയ്ഡ് കൊടുത്തത്, പാറ്റേണിനകത്ത് ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനകത്തുള്ള ഭാഗമാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ആ ഒരു ഭാഗം അവിടെ നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അത് നമ്മളൊരു 2 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ മെറ്റീരിയലിലേക്ക് ഞാൻ ചെറുതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ പാറ്റേണിനകത്ത് കണ്ട പോലെ ഒരു 2 ഇഞ്ചിൽ വലുപ്പത്തിൽ ആദ്യത്തെ ഈ ഒരു പോർഷൻ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷൻ മാത്രം 2 ഇഞ്ചിൽ, ബാക്കി വരുന്നതെല്ലാം 1.5 ഇഞ്ചിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കൊളത്തിൽ നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു വളച്ചിട്ടുള്ള ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഷുഗർ ബീഡ് ചെയ്തു, സെക്കൻഡ് ഷുഗർ ബീഡ് ചെയ്തു, തേർഡ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾക്ക് ഓരോന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാട്ടോ ഇത്. നമുക്ക് എന്തായാലും ഒരു 2-3 ദിവസമെങ്കിലും എടുക്കും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് തീരാനായിട്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, സിമ്പിളായിട്ടുള്ളൊരു വർക്കാണെന്നേ ഉള്ളൂ. പെട്ടെന്ന് ഒത്തിരി നേരം അടുപ്പിച്ചങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ആ ഒരു കർവ് ഷേപ്പ്, നമ്മൾ ആ വളച്ചിട്ടുള്ള ആ ഒരു ലീഫ് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നോർമൽ നീഡിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ അരി എംബ്രോയ്ഡറിയിൽ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇതും ചെയ്ത് കൊടുക്കാം. വ്യത്യാസമൊന്നുമില്ല, നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ, യൂസ്ഫുള്ളും ആണല്ലോ. വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതേപോലുള്ള വർക്കുകൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നവർ മറക്കാതെ സബ് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അതാ നമ്മളിത് ഇത്ര ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇതും ചെയ്ത് കൊടുക്കണം, താഴേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ സെൻറ്ററിലൊരു ബീഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബീഡ്സിന് പകരം കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ബീഡ്സ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 3 ബീഡ്സ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ സെൻറ്ററിൽ നിങ്ങൾക്ക് ബീഡ്സ് വലുപ്പത്തിലുള്ളത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്ത് കൊടുക്കാം. ചെറിയ ഫ്ലവർ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഒരു 3 ബീഡ്സും ഒരു സീക്വൻസും കൂടി. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ പോർഷനിൽ നമ്മൾ കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്തു, രണ്ടാമത്തെ കുളത്തിൽ വന്നപ്പോൾ നമ്മൾ ആ ഫ്ലവർ ചെയ്തു, പിന്നെ നമുക്ക് ലീഫും ചെയ്ത് കൊടുത്തു. ഇനി ഇതേപോലെ ബീഡ്സ് സ്പ്രെഡ് ചെയ്തതും കൂടി കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ? നമുക്കിങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതി. ഇനി നമ്മളിതാ ആദ്യത്തെ രണ്ടാമത്തെയും കുളത്തിൽ ചെയ്തു. ഇനി മൂന്നാമത്തെ കുളത്തിൽ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ ഒരു സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ആ രണ്ടാമത്തെ കുളത്തിലൊരു ബീഡ്സ് കർവ് ഷേപ്പിൽ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഓരോ ബീഡ്സായിട്ട് നമ്മളിതാ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റെം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്ര ഈസിയാണ് നോക്കിക്കേ. നമ്മൾ ജസ്റ്റ് 4 കോളം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലൈൻസൊക്കെ കണ്ടേ, ചരിച്ചിട്ടുള്ള ബീഡ്സൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഇനി 2 സൈഡിലേക്ക് ലീഫിൻ്റെ ഒരു ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ലൈൻ മാത്രം കൊടുത്താൽ മതി, കാരണം നമ്മൾ ലീഫായിട്ട് തന്നെയല്ല ചെയ്യുന്നത്. ജസ്റ്റ് 3 ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരും, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 3-4 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചരിച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുഞ്ഞു ബീഡ്സാണ്, കുഞ്ഞു ലീഫാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം എന്താ ചെയ്യുക? നമ്മുടെ ഈ ഒരു ബീഡ്സ് സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കണം. താഴേക്ക് 2 സൈഡിലും ലീഫ് ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ ആദ്യം രണ്ടാമത്തെ ലൈനൊക്കെ നമ്മൾ ചെയ്തല്ലോ, ബീഡ്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അതേപോലെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കെന്താ, ഏറ്റവും താഴെ നമ്മളെല്ലാം വരച്ചൊക്കെ കഴിഞ്ഞ് ഏറ്റവും താഴത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ആദ്യം 2 ലീഫ് 2 സൈഡിലേക്ക് ചെയ്യും. പിന്നെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു കുഞ്ഞു ഫ്ലവർ പോലെ, ഫ്ലവറല്ല, ഒരു വി ഷേപ്പിൽ നമ്മൾ ബീഡ്സും സീക്വൻസും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ നമ്മൾ ലീഫുകൾ ഇങ്ങനെ ചരിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പോൾ സെൻറ്ററിൽ കണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ ഒരു 4 ബീഡ്സ് എടുത്തു, ഒരു സീക്വൻസും കൂടി എടുത്തിട്ട് ഒരു സൈഡിലേക്ക്, പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു 4 ബീഡ്സും ഒരു സീക്വൻസും കൂടെ എടുത്തിട്ട് പിന്നെ സെൻറ്ററിൽ നിന്ന് ഒരു 4 ഷുഗർ ബീഡും ഒരു സീക്വൻസും കൂടി. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം നമ്മൾ സെൻറ്ററിൽ ചെയ്ത സീക്വൻസ് വെച്ച് ചെയ്തില്ലേ, അത് തന്നെ ഇപ്പുറത്തേക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇതേപോലെ നമ്മൾ ഇപ്പുറത്തേക്കും കൂടെ ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ കാണിച്ചിട്ടുള്ള ലീഫുകളാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യണത്. പിന്നെ 2 സൈഡിലേക്ക് ലീഫ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ 2 ഭാഗത്ത് ചെയ്തു, ബീഡ്സ് സ്പ്രെഡ് ചെയ്തു. രണ്ടാമത്തെ കുളത്തിൽ ഫ്ലവറും ആ ഒരു ലീഫും ചെയ്തു. അതേപോലെ മൂന്നാമത്തെ കുളത്തിൽ വന്നപ്പോൾ നമ്മൾ സ്റ്റെമ്മ് ചെയ്തു, ലീഫും ചെയ്തു. 4ാമത്തെ ഭാഗത്തേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഇന്നത്തെ വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്